ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലവും വന്നു. UDFും LDFും അവരവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് UDF നേടിയത് തിളക്കമാർന്ന വിജയം. നീലപ്പെട്ടി വിവാദം മുതൽ സന്ദീപ് വാര്യർക്കെതിരായ പരസ്യം വരെ ഏശിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ LDF പുറത്തെടുത്ത എല്ലാ നീക്കങ്ങളും നിഷ്പ്രഭമായി പോയെന്ന് മാത്രമല്ല, അതെല്ലാം UDFന് ഗുണകരമാകുന്നതാണ് കണ്ടത്. ആരുടെയും പിന്തുണ വേണ്ടെന്നു പറഞ്ഞില്ല. SDPIയുടേത് ഉൾപ്പെടെ വോട്ടുകൾ UDF പെട്ടിയിൽ വീണു. BJPയെ പ്രതിരോധിക്കാൻ തങ്ങളേ ഉള്ളൂ എന്ന രാഷ്ട്രീയ നരേറ്റീവ് വിജയിപ്പിച്ചെടുക്കാനും പ്രതിപക്ഷ നേതാവ് VD സതീശന് പാലക്കാട്ട് കഴിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ കൂടി വിലയിരുത്തലാകുമോ തെരഞ്ഞെടുപ്പ്? ആയിക്കോട്ടെ, പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായി തന്നെ കണക്കാക്കും. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. എന്ത് കുറവ് വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. എന്ത് കുഴപ്പം വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. പാലക്കാട് ആദ്യത്തെ ലീഡ് BJPക്ക് 113 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു എന്ന ആദ്യത്തെ വാർത്ത വരുന്നു. വോട്ടിന്റെ ലീഡ് നില പാലക്കാട്ട് C കൃഷ്ണകുമാർ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. പാലക്കാട്ട് UDF കുതിക്കുന്നു. മൂന്നാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എടുത്തിരിക്കുന്നു. BJPയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി പോയ നിമിഷം ഇതാ രാഹുലിന്റെ തേരോട്ടം, രാഹുലിന്റെ രഥോത്സവം. ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇത് മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി നിന്നതിന്റെ വിജയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത്, അതിനെല്ലാമുള്ള പാലക്കാടിൻ്റെ മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം. BJPയെ തടുത്തു നിർത്താൻ, പിടിച്ചു കെട്ടാൻ കഴിവുള്ളത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും മാത്രമാണ് എന്നൊരു വലിയ പ്രഖ്യാപനം കൂടി ഈ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തറവാടിന്റെ മാനം കാത്തരാ മോനെ, നീ എന്റെ മാനം കാത്തരാ മോനെ. ജനാധിപത്യം സംരക്ഷിക്കാൻ മുൻപോട്ട് വന്ന എല്ലാ ജനങ്ങളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിക്കുന്നു. പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയ രാഷ്ട്രീയ ഭാവി ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കുന്നു. LDF കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ ഏതാണ്ട് നിലനിർത്തി. വോട്ട് ചോർന്നത് തങ്ങളുടെ വോട്ടെല്ലാം പെട്ടിയിലാക്കി എന്ന് പറഞ്ഞ BJPയുടേതാണ് എന്നുവെച്ച് നിരാശപ്പെടാനൊന്നും സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ തയ്യാറല്ല. ഇനി എത്ര തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു? ഒരു തെരഞ്ഞെടുപ്പ് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരും. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. പാലക്കാടിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. പാലക്കാട് എടുക്കാൻ വന്ന BJPയെ തുരത്തിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ. ഞാനൊന്ന് കണ്ടോട്ടെ. എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ. കാണാൻ ഇത്രേ ഉള്ളൂ. 50,000 വോട്ടിൽ നിന്നാണ് NDA 39,243 വീണ്ടുന്നത്. ഞങ്ങൾ വിശദമായി
വിശദമായി പഠിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തിരിച്ചുവരവ് സാധിക്കാത്ത മണ്ഡലമൊന്നുമല്ല പാലക്കാട്. ഞങ്ങൾക്കിത് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ അടുത്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വേദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ മാറ്റും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾ മാറ്റും. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. കുഞ്ഞിപ്പാ, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് പോയിട്ട് പശുവിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോകും. സാരമില്ലെന്നേ, അടുത്ത ഇലക്ഷനല്ലേ. ഞങ്ങൾ 2 സീറ്റിലേക്ക് 84 ഒതുങ്ങിയ പാർട്ടിയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയല്ല. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ. ഇവൻ ഈ 10ാം ക്ലാസ് തോറ്റനേശേ വല്ലാത്തൊരു ഉഷാറുറവ്. ഇവന്റെ മാഷിമാര് പറയുന്നവന് ലിപ്രഷനാന്നാ. ലിപ്രഷനും കുപ്രഷനും ഒന്നല്ലേ ഇതാ തോറ്റേന്റെയാ. ഞാൻ പറഞ്ഞവനോട് നിങ്ങളെ കണ്ടു പഠിക്കാൻ. പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഒഴിച്ച് സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും NDAക്ക് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന് കണ്ടകശനിയും UDFന് കഷ്ടകാലവുമാണ്. K. സുരേന്ദ്രൻ കവിടി നിരത്തി പ്രവചിച്ചത് ഇതാണ്. സംഭവിച്ചത് മറിച്ചാണെന്ന് മാത്രം. 2026 രാശി കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഈ തവണ നമ്മൾ ജയിക്കും, ഉറപ്പാ. എല്ലാ തവണ ഇത് തന്നെ പറയുന്നത്. ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാ മതി. സതീശന് കണ്ടകശനിയാണ്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. VD സതീശൻ ഇപ്പോൾ നല്ല കണ്ടകശനിയാണ്. എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത് കൊണ്ടേ പോവുള്ളൂ. വമ്പിച്ച വിജയം UDFന്. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഞങ്ങളുടെ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് ഞങ്ങൾ ജയിക്കാനുള്ള ശ്രമം നടത്തി. ഞങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ വിചാരിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതെന്താണെന്ന് ഞങ്ങൾ പഠിക്കും. എന്നാലും തോൽവി തന്നെയാണ്. അവർ അടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ എറിഞ്ഞു കൊടുത്ത പോലെ. ചിലരുടെയൊക്കെ അമിതാത്മവിശ്വാസം ബാക്കി എല്ലാവരുടെയും സന്തോഷം നശിപ്പിച്ചു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ചിലരൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചത് നമുക്ക് വിനയായി. കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് സീറ്റുകൾ എല്ലാവരും നിലനിർത്തി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടായി എന്ന് കണക്കാക്കാനാവില്ല. നാണം കിടന്ന് നമുക്ക് പുത്തിരിയൊന്നുമില്ലല്ലോ. അതേയുള്ള ആകെ ഒരു ആശ്വാസം. നിങ്ങൾ എഴുതി വെച്ചോ, അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ചലഞ്ചാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിക്കാനുള്ള പണി ഞങ്ങൾ ഇന്ന് തുടങ്ങി. ഇന്നലെ വന്ന് മത്സരിച്ചവൻ വരെ ജയിച്ചു. എന്നിട്ടും ജനങ്ങളും തെണ്ടികളും നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ പപ്പൻജി. ജനങ്ങളെ നമ്മളും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അതും ശരിയാ. പക്ഷേ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണം നിങ്ങളെല്ലാവരും മഹാരാഷ്ട്രയിലെയും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ല എന്നുള്ളത് ഒരു നീതികേടായിപ്പോയി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. പാലക്കാട്ടെ പരാജയത്തിന് പിന്നാലെ BJPയിലെ മുറുമുറുപ്പുകൾ പുറത്തു വന്നു തുടങ്ങി. C. കൃഷ്ണകുമാറിൻ്റെ സ്ഥിരം സ്ഥാനാർത്ഥി വേഷം ഗുണം ചെയ്തില്ല എന്ന് സഹപ്രവർത്തകർക്ക് പരസ്യമായി തോന്നി തുടങ്ങി. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി ജയിക്കാമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും. ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായത്തിൽ ഇല്ലെങ്കിൽ K. സുരേന്ദ്രനായാലും ഇവിടെ ജയിക്കുമായിരുന്നു എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? സുരേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്, കോർ കമ്മിറ്റിയിലെ കുമ്മനത്തിനോട് പറഞ്ഞിട്ടുണ്ട്, PK കൃഷ്ണദാസോട് പറഞ്ഞിട്ടുണ്ട്, മുരളിയേട്ടനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനാ ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? ഉപതെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ നല്ല ഫോമിലാണ്. പറഞ്ഞതൊന്നും പാഴായില്ല. പാലക്കാട്ടെ BJP തോൽവിയോടെ പഴയ പാർട്ടി നേതാക്കൾക്കുള്ള മറുപടിയും സന്ദീപ് വാര്യർ പുറത്തെടുക്കുന്നു. ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുന്നു. അച്ഛാ നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം K. സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കണ്ടെന്നാ. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്തെ ഒറ്റ വലിച്ചില്ല. ഞാൻ നിസ്സാരക്കാരനാണ്. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണ പ്രവർത്തകർക്കൊപ്പം
പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ. സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ്. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കോ? INSP തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ ഇന്നെവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല. കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി വന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടാൻ ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക? അവന് എവനോടാ ദേഷ്യം മുഴുവൻ? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വാരിയർ ഇഫക്റ്റ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. എന്താണോ വാര്യരെ നന്നാവാത്തത് എന്ന് BJP. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പാലക്കാട് തോൽക്കുന്ന പ്രശ്നവുമില്ല. അത് കോൺഗ്രസിൻ്റെ UDFൻ്റെ A ഗ്രേഡ് സീറ്റാണ്. പക്ഷേ ഭൂരിപക്ഷം വർദ്ധിച്ചത് തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു വാര്യരും ഒരു നായരും ഇതിലൊരു ബാധകമല്ല. ഒരു നായർക്ക് ഒരു വാര്യർക്ക് ഇതിലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത് അങ്ങനെ വാര്യർ എഫക്റ്റ് ഒന്നുമല്ല. അതൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരാൾ പാർട്ടി വിട്ടുപോയോ? നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. ഒരു എഫക്റ്റും ഉണ്ടാക്കി അദ്ദേഹത്തിന് ഗുണമുണ്ടായിട്ട് ഇപ്പൊ പോക്കറ്റ് നിറഞ്ഞു. ഇനി എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോ. പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ. പാൽ സൊസൈറ്റി ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പഞ്ചായത്തിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഒരു വാർഡിൽ നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ലല്ലോ. TV ചാനലിലും സോഷ്യൽ മീഡിയയിലൂടെ അല്ല വളർന്നത്. അതുകൊണ്ട് ഇതിലൊന്നും തളരുന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു വാര്യരും അത് കരുതണ്ട. ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപം എന്നു വേണം LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിനെ കുറിച്ച് പറയാൻ. പരാജയം പാർട്ടിക്കും മുന്നണിക്കും ഉറപ്പെങ്കിലും വോട്ടിൻ്റെ കണക്ക് കൂട്ടി തലേ ദിവസം വരെ ആത്മാർത്ഥമായി വിജയം പ്രവചിച്ചിരുന്ന സരിനാണ് താരം. പാലക്കാട്ട് പുതിയൊരു സൂര്യോദയം വരെ പ്രവചിച്ചു കളഞ്ഞു. മോട്ടിവേഷൻ ക്ലാസുകൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ഡോക്ടർ സരിൻ. ജനാധിപത്യ പാലക്കാടിൽ ഒരു പുതിയ സൂര്യോദയം ഉണ്ടാകും. പാലക്കാടൻ കോട്ടയിൽ വെന്നിക്കൊടി മാറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷം ലാൻഡ്സ്ലൈഡ് വിക്ടറി, ആധികാരിക വിജയമാണ്. പോയ വസന്തങ്ങൾ വീണ്ടും വരുമോ എന്ന നാടകത്തിലെ ആ ശോകാനമില്ലേ, അതൊന്ന് പാടും. എന്ത് പറ്റി ശ്രീരേട്ട? എന്റെ മനസ്സിനൊരു സമാധാനമില്ല, ഒന്ന് പാടൂ. ജാലകങ്ങൾ മൂടിയെങ്ങോ നീയകന്നു പോയി, നീയകന്നു പോയി. എന്തു പറ്റി? ശ്രീരേട്ടന്റെ മനസ്സിന് ഒരു സമാധാനമില്ല. BJP അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മാൻഡേറ്റിനെ മറികടക്കുന്ന രീതിയിലുള്ളതായി എന്നുള്ളതും അപ്പോഴും CPM എന്നുള്ള രീതിയിൽ LDF എന്നുള്ള രീതിയിൽ വോട്ട് കൂട്ടാൻ സാധിക്കണമായിരുന്നു എന്നുള്ള ആ ഒരു വിമർശനം നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നുണ്ട്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഇല പൊഴിയും ശിഖരമോടൻ മോഹമാമരം അങ്കണക്കോടിലാലംബഹീനമായി നിൽക്കുന്നു മൂകമായി, ശോകമൂകമായി. സരിൻ നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പോഴാ മണ്ഡലം പൂർണ്ണമായിട്ടും കേരളം മൊത്തത്തിലും അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എഴുതി തള്ളേണ്ടുന്ന ഒരു സീറ്റല്ല. എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് UDF അവിടെ ജയിച്ചത്. അവര് വിട്ട വാണം മോളി പോയി പൊട്ടണത് കാണാൻ വേണ്ടി കിടന്നതാണ്. താഴെ നിന്ന് പൊട്ടിയത് പോരെ.